ഹായ്, നമുക്കൊന്നൊരു ലെമൺ റൈസ് ഉണ്ടാക്കിയാലോ. അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 3-4 വറ്റൽമുളകും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, നാരങ്ങയുടെ മുകളിലത്തെ മഞ്ഞ ഒരിതാണത്, അത് കുറച്ച് ഇതിലേക്ക് ആദ്യം ഞാൻ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചതിന് ശേഷം 2 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് സ്പ്ലിറ്റായത് അതിട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ടേബിൾ സ്പൂണ് കപ്പലണ്ടിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടെടുത്ത് മൂപ്പിക്കുക. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് അത് ഇതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ മഞ്ഞ മുകളിലത്തെ ഇതില്ലേ, വെള്ളം പാടില്ല, അത് കയ്പുണ്ടാവും. അപ്പോൾ മഞ്ഞ മാത്രം ഇട്ട് അതും കൂടെ ഒന്ന് ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും ചെറുക്കുകയും ചെയ്യുക. അതിനുശേഷം നാരങ്ങയുടെ നീരൊഴിക്കുന്നുണ്ട്. പുളിപ്പൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഞാനൊരു 1/4 ടീസ്പൂണ് ആണ് ഒഴിച്ചത്. അതും ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക, പിന്നെ കഴിക്കും. അതുകൊണ്ട് ഇനി അത് ചെയ്യരുത്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക കറക്റ്റാണോ എന്ന്. എനിക്ക് കറക്റ്റാണ്. അപ്പം എല്ലാവരും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. ഒരു വെറൈറ്റി ആയിട്ട് എന്നും മറ്റ് റൈസ് കഴിക്കും. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് വല്ലപ്പോഴും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്